കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ വ്യാഴാഴ്ച രാത്രി 2 മണിക്ക് അജ്ഞാതൻ പീഡിപ്പിച്ചു. IT ജീവനക്കാരിയെ അവിടുത്തെ IT-യിലെ അവിടെ റെസിഡൻഷ്യൽ ഏരിയയിലെ ഒരു മുറിയിലാണ് താമസിക്കുന്നത്. അവരൊറ്റയ്ക്കാണ് ആ മുറിയിൽ താമസിക്കുന്നത്. രാത്രി അവരുടെ വാതിൽ തുറന്നു കിടന്നു. ഉള്ളിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് ആരോ അപരിചിതത്തിൽ ആ മുറി കയറി കത്തി കാണിച്ച് കഴുത്തെ വെച്ച് അവരെ പീഡിപ്പിച്ചു. അവർ ഭയപ്പെട്ടു പോയി. ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്ന് തോന്നി. അത്ര രീതിയിലുള്ള ഒരു കള്ളൻ, ആ രീതിയിൽ ആജാനുഭാവമായ കള്ളൻ ആ സ്ത്രീയെ കത്തിമുനയിൽ നിർത്തി പീഡിപ്പിച്ചു. അവർക്കൊന്നും നിലവിളിക്കാനോ ഒന്നും ചെയ്യാനോ പറ്റിയില്ല. ആരാണ് ഇയാളെന്ന് അറിയില്ല. അടുത്ത ദിവസം രാവിലെ, വെള്ളിയാഴ്ച രാവിലെ തന്നെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞു. കേസ് രജിസ്റ്റർ ചെയ്തു. അവിടെ DYSPയും സംഘവുമൊക്കെ പെട്ടെന്ന് സടകുടഞ്ഞെഴുന്നേറ്റു. അജ്ഞാതനാണ് പീഡിപ്പിച്ചവർക്ക് പരിചയമില്ല. ഏതായാലും അവിടെ CCTV ദൃശ്യങ്ങളൊന്നും യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തില്ല. പോലീസ് ആ ഏരിയയിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഒരു ലോറി ഡ്രൈവർ ആ ഭാഗത്തൂടെ നടക്കുന്നതും ആ ലോറി കയറി രക്ഷപ്പെടുന്നതൊക്കെ കണ്ടു. ലോറിയുടെ നമ്പർ കണ്ടെത്തി. വേറെ ഒരു പിടിയില്ല. അയാളെ തന്നെ സംശയം. നേരെ ആറ്റിങ്ങിലേക്കാണ് ആ ലോറി പോയത്. അവിടെ ലോറിയിലെ മറ്റാരുമില്ല. ഇയാൾ ഒറ്റയ്ക്കാണ്. അതിനുശേഷം ആ ലോറി മധുരയ്ക്ക് പോയി. പോലീസ് അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ അനിൽകുമാറും അവിടുത്തെ 3 സർക്കിൾ ഇൻസ്പെക്ടർ SHOമാരും അവരും കഴക്കൂട്ടത്തെയും പേരൂർക്കടയും തുമ്പയിലെ സർക്കിൾ ഇൻസ്പെക്ടർമാരും അവരെ DYSP അനിൽകുമാറും ഡാൻസ് ഓഫ് സംഘത്തിനെ കൂടെ കൂട്ടി അവർ ലോറിയുടെ പിന്നാലെ പോയി മധുരയെ വെച്ച് ആ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. ബെഞ്ചമിൻ അയാളെ സ്ഥിരം കുറ്റവാളിയാണ്. ധാരാളം റേപ്പ് കേസുകളുണ്ട് അയാളുടെ പേരിൽ. നല്ല മോഷണക്കാരനാണ്. ആളെ ലൊക്കേറ്റ് ചെയ്തു. ഏതായാലും ഈ DYSPയും ഈ സംഘവും അവർ വളരെ മെച്ചമായ ഒരു സർവീസാണ് കാണിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന് അവർക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. സ്ട്രേഞ്ചറായ ഒരാളാണ് പീഡിപ്പിച്ചതെന്ന് വിചാരിച്ചോണം. അത് വ്യാഴാഴ്ച രാത്രി. വെള്ളിയാഴ്ച പരാതി പോലീസിലെത്തുന്നുള്ളൂ. വെള്ളി, ശനി, ഞായറായി കഴിഞ്ഞപ്പം തന്നെ ആളെ പൊക്കി മധുരയിൽ നിന്ന്. വേറെ സ്റ്റേറ്റിൽ നിന്നാണ് പൊക്കിയത്. അവരെല്ലാം കൺഗ്രാജുലേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. നമുക്കവരെ തീർച്ചയായിട്ടും നല്ലൊരു അന്വേഷണമാണ് പോലീസിൻ്റെ. അത് 2 ദിവസം കൊണ്ട് തന്നെ ആളെ, ആ പ്രദേശത്തുള്ള ആളല്ല, അയാളൊരു കുറ്റവാളിയാണ്, സ്ട്രേഞ്ചറാണ്. പോലീസിന് അറിയില്ല, ആ സ്ത്രീക്ക് അറിയില്ല, ആരും അയാളെ കണ്ടിട്ടില്ല. CCTV ദൃശ്യത്തിൽ കൂടെ ട്രാക്ക് ചെയ്ത് ആ ലോറി കണ്ടെത്തി. ലോറി ഡ്രൈവറെ പറ്റി അന്വേഷിച്ചു. അയാളെ മധുര, കോയമ്പത്തൂർ, തമിഴ്നാട്ടിലൊക്കെ പല കേസിനകത്തും ഇയാൾ ഉൾപ്പെട്ട വ്യക്തിയാണ്. സ്ട്രീറ്റിലുള്ള പല പെണ്ണുങ്ങളെയും ഇയാൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്യുന്നവനാണ്. അങ്ങനെ ഭയമില്ല. മോഷണവും നടത്തും. ഇവിടെ തന്നെ കഴക്കൂട്ടത്ത് വന്നപ്പം ഇയാൾ 3 വീടുകളിൽ കയറി. ലോറി കൊണ്ട് ആ മധുരയിൽ നിന്ന് ഇയാൾ സാധനമായിട്ട് കഴക്കൂട്ടത്ത് വന്നു. അത് ഇറക്കിയ ശേഷം റോഡ് സൈഡിൽ ഇട്ടു. 2 മണിയൊക്കെ ഇയാളുടെ മോഷണ സ്വഭാവമുണ്ട്. ഒരു 3 വീട്ടിൽ കയറി കുറേ സാധനങ്ങൾ മോഷ്ടിച്ചു. അതിനുശേഷം ആ ഒരു വീടുകളെല്ലാം മോഷ്ടിച്ച് വെളിയിലിറങ്ങി വരുമ്പോൾ ഈ ഹോസ്റ്റലിലെ ഒരു മുറിയിൽ ലൈറ്റ് കണ്ടു. രാത്രി 2 മണി. നോക്കിയപ്പോൾ വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിട്ടില്ല. ആ മുറിക്ക് ചാടിക്കയറി കത്തി കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി ആ നൈഫ് പോയിന്റിലെ കത്തിമുനയിലെ അവരെ റേപ്പ് ചെയ്ത് ഇയാൾ ഇറങ്ങിപ്പോയി. അതിനുശേഷം നേരെ വാഹനമായിട്ട് ഇയാൾ ആറ്റിങ്ങൽ വഴി അങ്ങും തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നു. ഹോസ്റ്റലിലെ
പരിസരത്തൊന്നും ഒരു CCTV ദൃശ്യമില്ല. അതുകൊണ്ട് പോലീസ് കുറച്ച് ബുദ്ധിമുട്ടി. 200ഓളം CCTV ദൃശ്യങ്ങൾ അതിന് ശേഷം കിട്ടാവുന്നിടത്തെല്ലാം പോലീസ് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ലോറിക്കാരനിലേക്ക് സംശയം വന്നത്. ഇയാൾ ആ പ്രദേശത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നതും പിന്നീട് ഇയാൾ ലോറിയെ കയറി ഇരിക്കുന്നതും ലോറിയിൽ നിന്ന് ഓടിച്ച് അയാൾ ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകുന്നതൊക്കെ അവിടെയൊക്കെ പോയി പോലീസ് ഇമ്പിടിച്ചായിട്ട് തപ്പി. എങ്കിലും അവസാനം മധുരയിൽ തന്നെ ഇയാളെ പിടിക്കേണ്ടി വന്നു. നല്ലൊരു ഡിറ്റക്ഷനാണ്. ആ പെൺകുട്ടി ഏതായാലും ഭയപ്പെട്ടു പോയി. മരണം മുന്നിൽ കണ്ടു. കത്തിമുനയിലെ ആ കുട്ടിയെ പീഡിപ്പിച്ചു. ഒരു റേപ്പ് തന്നെയാണ്. കത്തിമുനയിലുള്ള ത്രട്ടൻ ചെയ്തുള്ള റേപ്പ് തന്നെ 376 അല്ലെങ്കിൽ 64 BNS. അതിനകത്ത് ലൈഫ് ഇംപ്രസ്മെൻറ്റ് കൊടുക്കണം ഇവന്. കത്തിമുനയിലാണ് ജീവപര്യന്തം തടവ് തന്നെ കൊടുക്കണം ഇവന്. കാരണം പെൺകുട്ടി കണ്ട് തിരിച്ചറിഞ്ഞു, ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു. പിന്നെ CCTV ദൃശ്യത്തിൽ ഇയാൾ അവിടെ നിന്ന് പോകുന്ന എല്ലാം ഉണ്ട്, ഡിജിറ്റൽ എവിഡൻസുകളുണ്ട്. അതുകൊണ്ട് കേസ് വളരെ സ്ട്രോങ് ആയിരിക്കും. ഇവന് ലൈഫ് ഇംപ്രസ്മെൻറ്റ് തന്നെ കൊടുക്കാം. 10 വർഷമോ അല്ലെങ്കിൽ ലൈഫ് ഇംപ്രസ്മെൻ്റ് ആണ് 64 BNS പറയുന്നത്. ഞായറാഴ്ച വൈകിട്ട് തന്നെ പ്രതിയെ എത്തി. അത് തീർച്ചയായിട്ടും ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഇയാളെ മെഡിക്കൽ പരിശോധന നടത്തും. കൂടാതെ ആ കുട്ടിയുടെ മെഡിക്കൽ പരിശോധന നടത്തിച്ചിട്ടുണ്ടാവും പോലീസ്. ആ മെഡിക്കൽ എവിഡൻസൊക്കെ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് കേസ് വളരെ സ്ട്രോങ് ആവും. അത് നല്ല രീതിയിലൊരു കുറ്റച്ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് ഇംപ്രസ്മെൻറ്റിലോട്ട് പൊക്കോളും. കാരണം അയാൾക്ക് കേരളമൊക്കെ ഇഷ്ടപ്പെട്ടു, ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത് എന്ന് അയാൾ പറയുകയും ചെയ്തിരിക്കുന്നു. തന്നെയുമല്ല, അയാൾ ഈ നാട് ഇഷ്ടപ്പെട്ടു, ഈ കള്ളൻ എന്നും പറഞ്ഞിരിക്കുന്നു. കാരണം ഇവിടുത്തെ കേരളത്തിലെ നഗരങ്ങളുടെ വളർച്ച, ആൾക്കാരുടെ പെരുമാറ്റം, അന്തരീക്ഷം, മനോഹാരിത എല്ലാം കണ്ടു കഴിഞ്ഞപ്പം കേരളം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പിടിച്ചില്ലായിരുന്നെങ്കിൽ കൂടെ വന്ന് മോഷണമൊക്കെ നടത്തണം എന്ന് തന്നെയായിരുന്നു അയാൾ ആഗ്രഹിച്ചിരുന്നത്. റേപ്പിന് സൗകര്യമുണ്ട്, അതും ചെയ്യും. തമിഴ്നാട്ടിൽ ഇയാളെ പേര് റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്ന പല സ്ത്രീകളെയും ഇയാൾ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്ത് റേപ്പ് ചെയ്ത കേസുകൾ ധാരാളം ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കഴക്കൂട്ടം പോലീസ്, അവിടുത്തെ DYSPയും സംഘത്തിനെയും ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുന്നു ഞാൻ.